എഞ്ചിനീയറിംഗ് പഠിക്കാൻ മകനെ വിട്ട മാതാപിതാക്കൾ. പക്ഷെ മകന് എൻട്രൻസ് പോലും കിട്ടുന്നില്ല. അവൻ അതിനും തോൽക്കുകയാണ്. അവൻ അഡ്മിഷൻ കിട്ടിയെന്നും പറഞ്ഞ് ആശ്വസിക്കുന്ന കുടുംബം. 3 വർഷം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പാസ്സായെന്ന് അവൻ കള്ളം പറയുന്നു. ഇത് വിശ്വസിച്ച് വീട്ടിൽ എല്ലാവരെയും വിളിച്ച് വലിയ പാർട്ടിയൊക്കെ നടത്തുകയാണ് അച്ഛൻ. പാർട്ടിയുടെ പിറ്റേന്ന് ഇവൻ ചെയ്തു കൂട്ടിയത് ചില്ലറ കാര്യമൊന്നുമല്ല. നമുക്ക് ആ ഞെട്ടിക്കുന്ന കഥയിലേക്ക് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. എൻ്റെ പേര് ഷീജ. വെൽക്കം ടു ഷീജാസ് ക്രിയേഷൻസ്. 1980 മോണിറു സമാനും മുംതാസ് ബീഗവും ഇവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ നിന്നും കാനഡയിലേക്ക് ജോലി തേടി വരുന്നു. മോണിറൂസ് ടാക്സി ഡ്രൈവറായിട്ടാണ് കാനഡയിൽ ജോലി ചെയ്തത്. കാനഡയിലെത്തി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും വിവാഹവും കഴിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുംതാസിന്റെ അമ്മ ഫിറോസ ബേഗം ഇവരുടെ കൂടെ താമസിക്കാൻ വരുന്നു. സമാൻ കുടുംബത്തിൽ 2 കുട്ടികൾ ഉണ്ടാവുകയാണ്, മൻഹാസും മലേസയും. ഇവരുടെ കുടുംബത്തിന് കാനഡയിലെ മിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരുന്നു. കാരണം മോണിറൂസിന്റെ സ്വഭാവം അത്ര നല്ലതായിരുന്നു. ഇയാൾക്കും ഭാര്യ മുംതാസിനും ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നാൽ തങ്ങൾ കഷ്ടപ്പാട് അറിഞ്ഞ് വളർന്ന പോലെ തങ്ങളുടെ മക്കൾ ഒരിക്കലും വളരരുത്. അതുകൊണ്ട് തന്നെ മോണിറൂസ് രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരുന്നു. അച്ചടക്കത്തോടെയാണ് ഇവർ മക്കളെ വളർത്തിയിരുന്നത്. കുട്ടികളാണെങ്കിൽ പഠനത്തിൽ വളരെ മിടുക്കരുമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മലേസ MBBS തയ്യാറെടുക്കുകയാണ്. അവൾ തൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ട് വളർന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പിൽ കാഷ്യറായിട്ട് പാർട്ട് ടൈം ജോലിക്ക് പോയി. മകൾ MBBS തയ്യാറെടുക്കുന്നത് കൊണ്ട് മകനായ മൻഹാസിനെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കോളേജിൽ ചേർക്കുന്നു. മൻഹാസ് നന്നായിട്ട് പഠിക്കുമായിരുന്നു. എക്സ്ട്രാ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അവൻ പഠിച്ചു. എന്നാൽ സത്യാവസ്ഥ ഇതൊന്നുമല്ലായിരുന്നു. മൻഹാസ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് തോറ്റുപോയിരുന്നു. പകരം അടുത്തുള്ള ലോക്കൽ കോളേജിലാണ് അവൻ ജോയിൻ ചെയ്തത്. ഇത് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ ഇവൻ അടുത്തുള്ള പാർക്കിലൊക്കെ കറങ്ങി നടക്കും. അടുത്ത വർഷം യോർക്ക് യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് ജയിച്ച് അവിടെ തന്നെ ജോയിൻ ചെയ്യാം എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചത്. 2ാം വർഷം പകുതിയായപ്പോൾ മൻഹാസിന് പഴയതുപോലെ പഠിക്കാനുള്ള ഒരു കഴിവില്ലെന്ന് അവന് തന്നെ മനസ്സിലായി. അതോടെ അവൻ പഠനം നിർത്തുന്നു. വീട്ടിൽ ഇതൊക്കെ തുറന്നു പറയാൻ ചെന്നപ്പോൾ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു. മലേസയാണെങ്കിൽ ആൺകുട്ടികളോടൊക്കെ കറങ്ങി നടക്കുകയും ഡ്രഗ്സ് ഉപയോഗിക്കുകയും വീട്ടിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുകയും ഒക്കെ പതിവായിപ്പോയി. അങ്ങനെ മലേസയെ കൊണ്ട് അച്ഛനമ്മമാർ പൊറുതി മുട്ടി നിൽക്കുന്ന അവസ്ഥയിലായി. മോണിറൂസിന് ഏക പ്രതീക്ഷ പിന്നീട് മകനിലായിരുന്നു. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് അവൻ സത്യങ്ങളെല്ലാം അങ്ങ് മറച്ചു വെച്ചു. അങ്ങനെ 3 വർഷം കടന്നുപോയി. ഈ സമയത്തൊക്കെ മൻഹാസ് ജിമ്മിലാണ് സമയം കൂടുതൽ ചെലവഴിച്ചിരുന്നത്. ഒരു ദിവസം ജിമ്മിൽ നിന്നും മൻഹാസ് വരുന്ന വഴി ഗെയിം കളിക്കുന്ന ഒരു സ്റ്റേഷൻ കാണുന്നു. അവിടെ ഇവൻ പെർഫെക്റ്റ് വേർഡ് എന്ന ഒരു ഗെയിം കളിക്കാൻ തുടങ്ങി. ഓൺലൈൻ വഴി ഒരുപാട് കൂട്ടുകാരെയൊക്കെ ഇവൻ ആ ഗെയിമിൽ കിട്ടുകയാണ്. ജീവിതത്തിൽ സാധിക്കാൻ പറ്റാത്തതെല്ലാം ഗെയിം വഴി ഇവൻ സാധിക്കുകയാണ്. അതായത് വീട്ടിലെ പ്രശ്നങ്ങളും കോളേജ് മതിയാക്കേണ്ടി വന്ന സങ്കടവും എല്ലാം ഇവൻ ഗെയിം കളിച്ചങ്ങ് മറക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഗെയിം അഡിക്റ്റ് ആവുകയാണ്. വീട്ടിൽ ചെന്നും ഈ ഗെയിമിൽ മുഴുകുമായിരുന്നു. പതിയെ ദൈവവിശ്വാസവും ഇല്ലാതായി. ഇവന്റെ മതത്തിലുള്ള ആരെങ്കിലും ഈ ഗെയിമിൽ വന്നാൽ അവരെ ചീത്ത പറയുകയും ഹരാസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഈ സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെ ഇവനെ ഗെയിമിൽ നിന്നും പുറത്താക്കി. എന്നാൽ ഗെയിമിൽ കുറെ ആൾക്കാരുമായിട്ടൊക്കെ പിടിപാടുള്ളത് കൊണ്ട് ഇവനെ തിരിച്ച് വീണ്ടും ആ ഗെയിമിലോട്ട് എടുക്കുകയാണ്. വീണ്ടും ഇതൊക്കെ തന്നെ മൻഹാസ് ആവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇതാരും ശ്രദ്ധിക്കാതെയായി, വലിയ കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല. 2019 ജൂലൈ 27 മൻഹാസ് ഈ ഗെയിമിൽ ഒരു മെസ്സേജ് ഇടുകയാണ്. അതിങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ കുടുംബത്തിനെ മുഴുവനും കൊന്നു. കുറച്ച് കഴിഞ്ഞ് ഇവൻ വീണ്ടും ഒരു മെസ്സേജ് ഇടുകയാണ്: ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മയെയും മുത്തശ്ശിയെയും കൊന്നു. ചേച്ചിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. 5 മിനിറ്റിനുള്ളിൽ ചേച്ചിയെയും 1 മണിക്കൂറിനകം അച്ഛനെയും കൊല്ലും. ഇത് ആരും വിശ്വസിക്കുന്നില്ല. ഇവൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊല്ലുമെന്നും ഒക്കെ പറയാറുള്ളത് കൊണ്ട് തന്നെ ആരും ഇതത്ര മൈൻഡ് ചെയ്തില്ല. അങ്ങനെ തന്നെ ഇത് എൻ്റെ അമ്മയുടെ ബോഡിയാണെന്നും പറഞ്ഞിട്ട് അമ്മയുടെ മൃതദേഹത്തിൻ്റെ ബോഡി ഫോട്ടോ എടുത്ത് ഇവൻ ഈ ഗെയിമിൽ പോസ്റ്റ് ചെയ്യുകയാണ്. കുറച്ച് പേർക്ക് ഇത് സംശയം ഉണ്ടാക്കുന്നു. ഇവൻ ഇത് എവിടെ നിന്നെങ്കിലും എടുത്ത ഫോട്ടോ ആണോ എന്നറിയാൻ അവർ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴെല്ലാവർക്കും മനസ്സിലായി ഇത് ഒറിജിനൽ ഫോട്ടോയാണെന്ന്. അപ്പോൾ അവർ മൻഹാസിനോട് ചോദിക്കുകയാണ്: ഇപ്പോൾ നീ എവിടെയാണ്? മൻഹാസ് പറയുന്നത്: ഞാൻ വീട്ടിലാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും മിണ്ടുന്നില്ല.
കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരിയുടെ ഡെഡ് ബോഡിയുടെ ഫോട്ടോയും കൂടി ഇവൻ പോസ്റ്റ് ചെയ്യുന്നു. ഇവൻ്റെ അഡ്രസ്സ് ഒന്നും ആർക്കും അറിയില്ലാത്തത് കൊണ്ട് ഈ ഗെയിമിലുള്ളവരൊക്കെ ചേർന്നിട്ട് ഇവനിട്ട ഈ ഫോട്ടോസ് എല്ലായിടത്തും ഷെയർ ചെയ്യുകയാണ്. കാരണം എങ്ങനെയെങ്കിലും പോലീസ് ഇവൻ്റെ വീട്ടിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനിടയ്ക്ക് ഇവർ അവസാനമായിട്ട് ഇവൻ മെസ്സേജ് ഇടുകയാണ്, ഞാൻ എല്ലാവരെയും കൊന്നുവെന്ന്. എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ ഇവൻ പറയുന്നത്, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല, പോലീസ് എന്നെ പിടിക്കുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്നാണ്. പോലീസ് പറയുന്നത് ഇവൻ ഇത് എന്തിനു ചെയ്തെന്നാൽ ഇവൻ്റെ വീട്ടുകാർ കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്രാജുവേഷൻ എന്ന് തീരുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. 28 ജൂലൈന് തീരുമെന്നാണ് മൻഹാസ് പറഞ്ഞിരുന്നത്. ഇതിൽ 25 ജൂലൈ അച്ഛനമ്മമാരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അത് നല്ല രീതിയിൽ ഇവരൊക്കെ ആഘോഷിച്ചു. 26-ാം തീയതി മൻഹാസിന്റെ ഗ്രാജുവേഷന് മുമ്പായിട്ടുള്ള പാർട്ടിയും വച്ചിരുന്നു. 100ഓളം ആളുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു. ആ പാർട്ടിയിൽ വന്ന എല്ലാവരും മൻഹാസിനെ അഭിനന്ദിച്ചു. ഇവന് അതിലൊക്കെ കുറ്റബോധം തോന്നിയിരുന്നു. അങ്ങനെ ജൂലൈ 27-ന് അച്ഛനും സഹോദരിയും പുറത്തു പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ സോഫയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. സോഫയിൽ കിടന്ന് ഉറങ്ങിയ അമ്മയുടെ തലയിൽ അവിടെ കിടന്ന ഒരു കമ്പിപ്പാര കൊണ്ട് ഇവൻ അടിക്കുകയാണ്. ഈ ശബ്ദം കേട്ടിട്ട് അമ്മൂമ്മ വന്നു. അമ്മൂമ്മയും ഇതുപോലെ തന്നെ ഇവൻ തലക്കടിച്ചു കൊന്നു. എന്നിട്ട് ഇവൻ ഗെയിമിൽ അങ്ങ് മുഴുകുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സഹോദരി സ്റ്റെപ്പ് കയറി വരുന്ന ശബ്ദം ഇവൻ കേട്ടു. മൻഹാസ് ചെന്ന് ആ കുട്ടിയെയും തലക്കടിച്ചു കൊന്നു. ആ ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത ശേഷം ഇവൻ വീണ്ടും ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം വരെ അച്ഛന് വേണ്ടി ഇവൻ വെയിറ്റ് ചെയ്യുകയാണ്. ജനാല വഴി അച്ഛൻ്റെ ടാക്സി വരുന്ന സൗണ്ട് ഇവൻ കേട്ടു. അങ്ങനെ അച്ഛൻ വരുന്നത് കണ്ട ഇവൻ ഇതുപോലെ തന്നെ അച്ഛനെയും കൊന്നു. ഇവൻ ഒരു ഭീരുവായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. കാരണം സ്വന്തം ജീവൻ എടുക്കാൻ ഇവന് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ ഇവരെല്ലാവരെയും കൊന്നത്. 2020 ഈ കേസിന് വിധി വന്നു. ഇവന് ജീവപര്യന്തവും കിട്ടി. ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി ഒരു പുതിയൊരു ക്രൈം കഥയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.